ചെയ്യേണ്ടതിനെക്കുറിച്ചും വോട്ടിംഗ് മെഷീനുകൾ പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിനുമായി പട്ടാമ്പിയിൽ വോട്ട് വണ്ടി പര്യടനം ആരംഭിച്ചു. പട്ടാമ്പി താലൂക്ക് ഇലക്ഷൻ വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് വോട്ട് വണ്ടി പര്യടനം നടത്തുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സമ്മതിദായകരെ വോട്ട് ചെയ്യേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നതിനും വോട്ടിംഗ് മെഷീനുകൾ പരിചയപ്പെടുത്തുന്നതിനുമായി വോട്ട് വണ്ടി പര്യടനം തുടങ്ങി. പട്ടാമ്പി താലൂക്ക് ഇലക്ഷൻ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ നിന്ന് വോട്ട് വണ്ടി പര്യടനം ആരംഭിച്ചു. തഹസിൽദാർ TG ബിന്ദു വിശദീകരണം നടത്തി. ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് വോട്ടിംഗ് മെഷീന്റെ പ്രവർത്തനം? നിങ്ങളിൽ കുറെ പേർക്കൊക്കെ അറിയാം, വോട്ട് ചെയ്യുന്ന കുറെ പേര് ഇവിടെ ഉണ്ടാവും അല്ലേ? 18 വയസ്സായ ഒരാളെ എങ്ങനെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കണം, അതേപോലെ തന്നെ അതെങ്ങനെ പരിശോധിക്കാം? നമുക്ക് വോട്ടർ പട്ടികയിൽ പേര് വന്നാൽ തന്നെ നമ്മുടെ പേരുണ്ടോ എന്ന് നമുക്ക് നോക്കണം. നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും വീടിൻ്റെയും അല്ലെങ്കിൽ അടുത്ത് തന്നെയാണോ നമ്മുടെ പേര്, അത് നമ്മുടെ ബൂത്ത് മാറിയിട്ടാണോ കിടക്കുന്നത്, ഇത്തരം കാര്യങ്ങൾക്ക് നമുക്ക് പരിശോധിക്കാനുണ്ട്. അതേപോലെ തന്നെ വോട്ട് ചെയ്യാമെന്ന് നമുക്ക് ആ ക്യാബിൻ്റെ ഉള്ളിൽ ചെയ്തവർക്കറിയാം. ക്യാബിൻ്റെ ഉള്ളിൽ ഒരു മെഷീൻ ഇരിക്കുന്നുണ്ടാവും, അത് കൺട്രോൾ യൂണിറ്റ് ഉണ്ടാവും, ഒരു VVPAT ഉണ്ടാവും. അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ്, അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നവരുണ്ടാവും, അറിയാത്തവരുണ്ടാവും. പുതിയ ആളുകളെ അറിയിക്കാനും അതേപോലെ തന്നെ ഇനി അറിയുന്നവർക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് പറഞ്ഞു തരാനും കൂടിയിട്ടാണ് നമ്മുടെ വോട്ട് വണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത്. ഡെപ്യൂട്ടി തഹസിൽദാർ സെയ്ദ് മുഹമ്മദ്, കോർഡിനേറ്റർ സുധീർ കുമാർ, റവന്യൂ ഉദ്യോഗസ്ഥർ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. കലാപരിപാടികളും അരങ്ങേറി. CCN പട്ടാമ്പി.